പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പത്മജ വേണുഗോപാൽ ബി.ജെ.പി. പാളയത്തിൽ എത്തിയത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വരെ ഞെട്ടിച്ചിരിക്കുകയാണ്. പത്മജയുടെ കൂടുമാറ്റത്തിന് പിന്നിൽ പല കഥകളും പരക്കുന്നുണ്ട്. എന്നാൽ കേട്ടതൊന്നുമല്ല സത്യമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പത്മജയെ ബി.ജെ.പി. പാളയത്തിൽ എത്തിച്ചതിന് പിന്നിൽ സാക്ഷാൽ പിണറായി വിജയന്റെ കരങ്ങളുണ്ടെന്നാണ് ആരോപണവും അഭ്യൂഹവും. ആഴ്ചകൾക്ക് മുമ്പ് ആരംഭിച്ച പദ്ധതിക്ക് ഇപ്പോഴാണ് ഫലം കണ്ടതെന്നാണ് പരസ്യമായും രഹസ്യമായും പറയുന്നത്. പിണറായിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചത് മുൻ ഡി.ജി.പി. ലോക്നാഥ് ബെഹ്റയാണെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരനും കെ.സി. വേണുഗോപാലും ഉയർത്തിയതോടെയാണ് അഭ്യൂഹങ്ങൾക്ക് ചൂടുപിടിച്ചത്. ബി.ജെ.പിയുമായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ് ബെഹ്റ. മാസപ്പടി കേസിൽ ഗുരുതര ആരോപണങ്ങൾക്ക് വിധേയനായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കേന്ദ്രം നടപടി കടുപ്പിച്ചിരുന്നു. SFIO അന്വേഷണത്തിൽ വീണ അകത്താകുമെന്ന ഘട്ടം എത്തിയപ്പോഴാണ് പിണറായി കൈവിട്ട കളിക്ക് മുതിർന്നതെന്നാണ് ആരോപണം. സംസ്ഥാന കോൺഗ്രസിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മുതിർന്ന നേതാവിനെ പാളയത്തിലെത്തിച്ചാൽ മാസപ്പടി കേസ് ചവറ്റുകൊട്ടയിലാക്കാമെന്ന വാഗ്ദാനത്തിന് പിന്നാലെയാണ് ഈ നീക്കം നടത്തിയതെന്നാണ് പറയുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. മാസപ്പടി കേസിൽ കൂടുതൽ നീക്കങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന നിർദ്ദേശം ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ നിന്ന് ഷോൺ ജോർജിനും ലഭിച്ചതായാണ് വിവരം. പാർട്ടിയിലെ അവഗണനയിൽ മനം മടുത്തിരുന്ന കരുണാകരന്റെ മകൾ പത്മജയെ തന്നെ ചൂണ്ടിക്കാട്ടുന്നതിൽ അനിൽ ആന്റണിക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത്. പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെതിരെ ED അന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ EDക്ക് ബന്ധമുണ്ടെന്ന സംശയം രണ്ട് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചതുമാണ്. ഇവരുടെ പ്രതികരണം മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്തു. പത്മജ മുതിർന്ന ബി.ജെ.പി. നേതാക്കളായ JP നദ്ദ, പ്രകാശ് ജാവ്ദേക്കർ എന്നിവരെ കണ്ടിരുന്നു. പിന്തിരിപ്പിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് പുതിയ തീരുമാനമെന്ന് അദ്ദേഹം പറയുന്നു. പത്മജ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതിന് പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പങ്കുണ്ടെന്ന് ആദ്യം പറഞ്ഞത് ബിന്ദു കൃഷ്ണയാണ്. പത്മജയുടെ ഭർത്താവ് വേണുഗോപാലിനെ ED ചോദ്യം ചെയ്തുവെന്ന് കേട്ടിരുന്നുവെന്ന് അവർ പറഞ്ഞു. പത്മജയുടെ തീരുമാനത്തിന് പിന്നിൽ ED ആകാനേ തരമുള്ളൂ എന്നും ബിന്ദു കൃഷ്ണ പറയുന്നു. ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിൽ ചേരുന്നത് പോലെ സാമ്പത്തികമായ വ്യതിയാനത്തിന്റെ കണക്ടിവിറ്റി പത്മജയുടെ തീരുമാനത്തിന് പിന്നിലുണ്ടോ എന്നാണ് തനിക്ക് സംശയമെന്ന് സിദ്ദിഖ് പ്രതികരിച്ചിരുന്നു. ED ആദായ നികുതി അന്വേഷണം ഈ മേഖലയിലും വന്നോ എന്ന ആശങ്കയുണ്ട്. കോൺഗ്രസ് വൃത്തങ്ങളിൽ ഇത്തരം ചർച്ചയുണ്ടെന്നും T. സിദ്ദിഖ് ഒരു ചാനൽ പരിപാടിക്കിടെ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല. മാസപ്പടി കേസിൽ മകളെ രക്ഷിച്ചെടുക്കുവാൻ വിരമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ പിണറായി ഒരുക്കിയ തിരക്കഥയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ മാസപ്പടി കേസ് ഇനി പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഉത്തരേന്ത്യയിലെ ചില വമ്പന്മാരുടെ കേസുകൾ പോലെ ഇതും ഫയലിൽ ഒതുങ്ങുവാനാണ് സാധ്യതയെന്നും പറയുന്നു.